സുനിൽ ഐസക്കാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ജയിൽ ചാടിയ സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദചാമി ഒരു പകൽ പൂർത്തിയാകും മുൻപേ വീണ്ടും ജയിലിലേക്ക്. ഇന്ന് രാവിലെ 3:45 കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തു ചാടിയ ഗോവിന്ദചാമിയെ 10:40 കണ്ണൂർ നഗരത്തിൽ വെച്ച് പോലീസും നാട്ടുകാരും ചേർന്ന് പിടികൂടുകയായിരുന്നു. ജയിൽ ചാട്ടം ആസൂത്രണം ചെയ്തത് 1 മാസം മുൻപേ എന്ന ഗോവിന്ദചാമിയുടെ മൊഴി. ജയിലിൽ ഗുരുതര വീഴ്ചയെന്നും കണ്ടെത്തൽ. ഗോവിന്ദചാമിയെ നാളെ വിയ്യൂർ ജയിലിലേക്ക് കൊണ്ടുപോകും. പുലർച്ചെ 3:30-നും 3:45-നും ഇടയിലായിരുന്നു കൊടും ക്രിമിനലായ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം. ആസൂത്രണം ചെയ്തത് 28 ദിവസങ്ങൾക്ക് മുമ്പ്. സഹതടവുകാരനായ തമിഴ്നാട് സ്വദേശിയും ഗൂഢാലോചനയിൽ പങ്കാളിയായി. ദിവസങ്ങൾ നീണ്ട ശ്രമത്തിനൊടുവിൽ B10 ബ്ലോക്കിലെ സെല്ലിന്റെ കമ്പി അറുത്തുമാറ്റി. അതുവഴി നൂണ്ട് പുറത്തേക്ക്. സഹതടവുകാരന് ഇതുവഴി കടക്കാനായില്ല. പിന്നാലെ അയാളെ ഉപേക്ഷിച്ച് ഗോവിന്ദചാമി പുറത്തേക്ക്. ജയിലിൽ വെള്ളം കൊണ്ടുവരുന്ന 2 വീപ്പകൾ അടുക്കി വെച്ച് അതിനു മുകളിലൂടെ ആദ്യത്തെ മതിൽ ചാടി. പുതപ്പും വസ്ത്രങ്ങളും ഉപയോഗിച്ച് വടമുണ്ടാക്കി അതുവഴി പ്രധാന മതിൽ ചാടി. പുലർച്ചെ മണിക്കൂറുകളോളം ഇടവഴിയിൽ രക്ഷപ്പെടാനുള്ള വഴി തേടി കാത്തിരിപ്പ്. പുലർച്ചെയോടെ കാൽനടയായി കണ്ണൂർ നഗരത്തിലേക്ക്. 7 മണിയോടെ ഗോവിന്ദചാമി ജയിൽ ചാടിയ വിവരം ജയിൽ അധികൃതർ പോലീസിനെ അറിയിക്കുന്നു. പിന്നാലെ പോലീസ് നഗരത്തിലാകെ വലവിരിച്ചു. 9:15 കണ്ണൂർ DCC ഓഫീസ് പരിസരത്ത് വെച്ച് വഴിയാത്രക്കാരൻ ഗോവിന്ദചാമിയെ തിരിച്ചറിഞ്ഞത് നിർണായകമായി. ഈ ഓട്ടോ ഡ്രൈവർ പറഞ്ഞു ഗോവിന്ദചാമി എന്നാണ് കൂക്കിയതാണ്. കൂക്കിയ സമയത്ത് ആ പുള്ളിക്കാരൻ നേരെ ഓപ്പോസിറ്റ് എന്ത് ചെയ്ത ഇടയിലൂടെ കയറി ആ കാടിലേക്ക് അങ്ങോട്ട് ഒറ്റ കൈ കൊണ്ട് ആ ഗടങ്ങെടുത്ത് തുള്ളുന്നത്. ആ സമയത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്ന വ്യക്തിയോട് നമ്മൾ പിടിക്കാൻ പറഞ്ഞിരുന്നു. പിന്നാലെ ഗോവിന്ദചാമി DCC ഓഫീസിന് മുന്നിലുള്ള കാട്ടിൽ ഒളിച്ചു. പോലീസും നാട്ടുകാരും ചേർന്ന് പ്രദേശം അരിച്ചു പറക്കി. അതിനിടെ സ്റ്റാറ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസിന് പിന്നിലെ കിണറ്റിൽ ഒളിച്ചിരിക്കുന്ന ഗോവിന്ദചാമിയെ കണ്ടെത്തുന്നു. കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച ഗോവിന്ദചാമിയെ 1.5 മണിക്കൂറോളം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു. തുടർന്ന് തെളിവെടുപ്പിനായി കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക്. വൈകിട്ടോടെ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഗോവിന്ദചാമിയെ ഹാജരാക്കി. മണിക്കൂറുകളോളം നീണ്ട പിരിമുറുക്കങ്ങൾക്കൊടുവിൽ ഗോവിന്ദചാമി വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന കണ്ടെത്തലിനെ തുടർന്ന് ഗോവിന്ദചാമിയെ നാളെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. ഷിജിത് കണ്ണൂരിനൊപ്പം സുനിൽ ഐസക്, മീഡിയ 1 കണ്ണൂർ.